സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ഒരു പ്രധാന കണ്ണി കോഴിക്കോട് പിടിയിലായിട്ടുണ്ട്. ബീഹാർ ഔറംഗാബാദ് സ്വദേശിയായ അഭിമന്യു കുമാറാണ് പിടിയിലായത്. അഴിയൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയെ തുടർന്ന് അതിസാഹസികമായാണ് പ്രതിയെ വടകര ചേമ്പാല പോലീസ് പിടികൂടിയത്. കോഴിക്കോട് നിന്ന് ബെൻസനാണ് വിവരങ്ങളുമായി ചേർന്നത്. ബെൻസൻ, പറയൂ വിവരങ്ങൾ. എന്താണ് ഇയാളുടെ പശ്ചാത്തലം? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ തട്ടിപ്പുകൾ പല രീതിയിൽ വ്യാപകമാണ്. അത്തരത്തിലൊരു തട്ടിപ്പിന് ഇരയായ പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 22 വയസ്സുള്ള അഭിമന്യു കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബീഹാറിലെ ഔറംഗാബാദ് ജില്ലയിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേസിന്റെ പശ്ചാത്തലം ഇത്തരത്തിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ലോൺ ആപ്പ്, അതിൽ ഈ പെൺകുട്ടി ലോൺ ആപ്പിൽ ക്ലിക്ക് ചെയ്യുകയും അതിൽ ലോണിനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഈ ആപ്പിൽ നിന്നും ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ ശേഖരിച്ച ഈ പ്രതി, അത് വലിയ തട്ടിപ്പ് സംഘമാണ്. അവർ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയിൽ നിന്നും കൂടുതൽ പണം ആവശ്യപ്പെടുകയും ഈ പൂർണ്ണമായും തന്നെ ഈ ഫോണിന്റെ നിയന്ത്രണം അവർ കൈക്കലാക്കുകയും ആപ്പിലൂടെ ഫോണിന്റെ നിയന്ത്രണം കൈക്കലാക്കുകയും കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി പണം നൽകുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുടെ 13 വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടിക്ക് മകളുണ്ട്. അവരുടെയും രണ്ടുപേരുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ്, ബാങ്ക് അക്കൗണ്ടുകൾ അതോടൊപ്പം തന്നെ മൊബൈൽ ഡാറ്റ അതെല്ലാം വെച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പ്രതിയെ ബീഹാറിലെത്തി പിടികൂടിയിരിക്കുന്നത്. ഇതിലെ പ്രധാന കണ്ണിയെ തന്നെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇയാൾ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആപ്പ് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ മേഖല എന്ന് പറയുന്നത്, പ്രതിയെ പിടികൂടിയ മേഖല എന്ന് പറയുന്നത് തുടർച്ചയായി നക്സൽ ആക്രമണം അടക്കം ഉണ്ടാകുന്ന ഒരു വലിയ അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അവിടേക്കാണ് ഈ കോഴിക്കോട് വടകരയിൽ നിന്നും ചേമ്പാല പോലീസ് അവിടെ എത്തുകയും 3 പോലീസ് അംഗങ്ങളാണ് ഇവിടുന്ന് അവിടേക്ക് പോയത്. അവരവിടെ എത്തി ഈ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. പ്രതിയെ പിടികൂടാൻ, അതായത് ഇയാൾ രക്ഷപ്പെടുമെന്ന ഘട്ടം എത്തിയപ്പോൾ രാത്രിയാണ് പ്രതിയെ പിടികൂടാനായിട്ട് ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ കിലോമീറ്ററുകളോളം രാത്രിയിൽ അവിടുത്തെ മറ്റ് തണ്ടർബോൾട്ട് സംഘങ്ങളോടൊപ്പം നടന്ന് പോയിട്ടാണ്, അതായത് ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നടന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പോയിട്ടാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ സൈബർ തട്ടിപ്പുകൾ പല തരത്തിൽ നമ്മുടെ രാജ്യത്ത് വ്യാപകമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധം നടക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായിട്ടും ഇത്തരത്തിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടുകയും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ അതിനൊരു അറുതി വരുത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള അവബോധം നമുക്ക് തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഇത്തരത്തിൽ ഈ വ്യാജ ലോൺ ആപ്പുകൾ വഴിയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ അത് കുറയ്ക്കുന്നതിന് സഹായിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സേതുലക്ഷ്മി. ഓക്കെ ബെൻസൻ, ശരി. ഇപ്പൊ ബെൻസൻ അവസാനം പറഞ്ഞിടത്ത് തന്നെയാണ് കാര്യം. നമ്മൾ തന്നെ സ്വയം ഒരു ബോധ്യം വേണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എങ്ങനെ നമ്മൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ധാരണ നമുക്ക് തന്നെ വേണം. ഇങ്ങനെ ഈ അനാവശ്യമായി ഈ ലോൺ ആപ്പിലൊന്നും പോയി പെട്ടുപോകരുത്. ചുറ്റും തട്ടിപ്പുകാരാണെന്നേ.